നമ്മളെപ്പോഴും പറയാറുണ്ട്, വലിയൊരു സബ്ജക്റ്റാണ്. നമ്മൾ 2-3 മാസം എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യം പഠിച്ചതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ഡേയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യമേ പഠിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. തിയറി പാരലായിട്ട് നമ്മൾ തന്നെ പഠിക്കണം. നമ്മുടെ ഫോണിൽ തന്നെ അതിനാണ് ആ പ്രോഡക്റ്റ് തന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കേണ്ടതാണ്. അതിന് അഡീഷണലായിട്ട് നമ്മളൊരു ടോപ്പിക്ക് ഇവിടെ നമ്മൾ മൊഡ്യൂൾ 1 കവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. അതുകൂടെ നമ്മൾ പാരലായിട്ട് പഠിച്ച് പോയാലേ ഡീപ്പറായിട്ട് ഇതിൻ്റെ നമുക്ക് സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു വലിയ സബ്ജക്റ്റാണ് ഇത്. വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അഡീഷണലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ മുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി പോകുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, ട്രേഡിങ് ഓരോ ദിവസവും നമ്മൾ പഠിച്ച് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ദിവസം വന്ന് സംശയം ചോദിക്കണമെങ്കിൽ നമ്മൾ ചെയ്താലേ സംശയങ്ങൾ വരുള്ളൂ. ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക, ബിറ്റ്ഗെറ്റ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അല്ല ഇതുവരെ ഫണ്ട് ചെറുതായിട്ടെങ്കിലും ആഡ് ചെയ്തിട്ടില്ലാത്തവർ ആഡ് ചെയ്യുക. ചെറുതായിട്ടെങ്കിലും ഫണ്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമ്മൾ വെറുതെ തിയറി കേട്ടാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ചെറിയ എമൗണ്ടെങ്കിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണ ഇതിലൊരു $100 ഉണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ $10 കിട്ടും നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആവറേജ് ചെയ്യുമ്പോൾ എപ്പോഴും താഴോട്ട് പോകുമ്പം നമുക്ക് വാങ്ങാനായിട്ടുണ്ടാവണം. എപ്പോഴും ഓർത്തിരിക്കുക, സപ്പോർട്ട് ലെവല് റെസിസ്റ്റൻസ് ലെവല് നോക്കി നമുക്ക് അതിനകത്ത് നിന്നുകൊണ്ട്, കാരണം അതൊരു കോർട്ടറാണ്. ആ കോർട്ടിനകത്ത് നിന്ന് കളിക്കുക എന്നുള്ളതാണ് സപ്പോർട്ട് ലെവല് റെസിസ്റ്റൻസ് ലെവല് തരുന്നത്. എല്ലാ ദിവസവും ഏകദേശം 9 മണി 9:30 ആകുമ്പോഴത്തേനും നമുക്ക് കിട്ടും. അത് മാർക്കറ്റ് ഓരോ ദിവസവും എങ്ങോട്ട് പോകുന്നുള്ള സിഗ്നലാണ്. ആ സിഗ്നൽ നോക്കി നമ്മൾ ചെയ്താൽ നമ്മൾ ആ കോർട്ടിനകത്ത് നിന്ന് കളിക്കണം. ഏതൊരു കളിയും നമ്മൾ ഫുട്ബോൾ ആണെങ്കിൽ ആ ലൈനിനകത്ത് വേണം. ബോൾ പുറത്തേക്ക് പോയാൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് നമുക്ക് ഏതിനകത്താണേലും നമ്മൾ ഏത് കളിയിലും ഒരു നിയമങ്ങളുണ്ട്. ആ നിയമം പാലിച്ച് പോവുക. ഡ്രൈവിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിയമം പാലിക്കണം. 1 വേ തെറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ 1 വേ തെറ്റിക്കരുത് എന്ന് പറയുന്ന പോലെ ഇവിടെ പഠിപ്പിക്കുന്ന നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ച് പോകാൻ ശ്രദ്ധിക്കണം. 2% താഴോട്ട് ഇറങ്ങിയിട്ട് മാത്രമേ നമ്മൾ ഡബിൾ ചെയ്ത് വാങ്ങാവുള്ളൂ. തെരെ വാങ്ങരുത്. ഫസ്റ്റ് ബൈ എപ്പം വേണേലും വാങ്ങാമെന്ന് സാറ് പറഞ്ഞു. ഫസ്റ്റ് ബൈ എപ്പം വേണേലും വാങ്ങാം. പക്ഷേ സെക്കൻഡ് ബൈ നമ്മൾ വാങ്ങുന്നത് ഫസ്റ്റ് ബൈയിൽ നിന്ന് 2% താന്നിട്ടേ വാങ്ങാവുള്ളൂ. അടുത്തത് ആ സെക്കൻഡ് ബൈയിൽ നിന്നും 3% താന്നിട്ടായിരിക്കണം നമ്മൾ വാങ്ങുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അത് നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടില്ലാത്തൊരു ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ആയിട്ടുള്ള കിടപ്പുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് വീണ്ടും നോക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ലെവലിലാണ് നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് കൂടുതൽ ഉപയോഗിക്കേണ്ട റെസിസ്റ്റൻസ്. കാരണം മുകളിലേക്ക് പോകുന്നതിൻ്റെ 3 ലെവലാണ് തരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ആ റെസിസ്റ്റൻസ് ലെവലിൽ അടുത്ത് നിൽക്കുമ്പം നമ്മൾ പർച്ചേസൊക്കെ ചെയ്യുന്നത് സൂക്ഷിച്ച് ഒരു 10% കൂടുതൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി ആ സമയത്ത് റിസ്ക് എടുക്കരുത്. എപ്പോഴും ബൈയിങ്ങിലാണ് പ്രോഫിറ്റ് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മളെപ്പോഴും സെല്ല് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രോഫിറ്റ് എടുക്കേണ്ടത് ബൈയിങ്ങിലാണ്. അതെപ്പോഴും ഓർത്തിരുന്നതാണ്. നമുക്ക് പറ്റാറുള്ളൊരു മിസ്റ്റേക്കാണ്. എല്ലാവർക്കും പറ്റുന്നതാണ്. ഇപ്പം നമ്മളൊക്കെ വേറെ പല ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പറ്റിയിട്ടുള്ളതാണ്. പ്രോഫിറ്റ് കിട്ടേണ്ടത് മുഴുവൻ ബൈയിങ്ങിലാണ്. ബൈയിങ്ങിൽ പ്രോഫിറ്റ് പിടിക്കാൻ പറ്റിയാൽ ഇത് പ്രോഫിറ്റബിൾ ആവും. ആൾക്കാർ സെല്ല് ചെയ്യുമ്പോഴായിരിക്കും പ്രോഫിറ്റ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടുഡേസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വിൽക്കുമ്പോഴേ വരുള്ളൂ. അത് ശരിയാണ്. പക്ഷേ ബൈ ചെയ്യുമ്പോൾ വില കുറഞ്ഞ് ബൈ ചെയ്ത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുന്നതിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ബൈയിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വില കുറയുമ്പോൾ വാങ്ങുക, വില കൂടുമ്പോൾ വിൽക്കുക എന്നുള്ളതാണ്. വില കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ചെറിയ ബൈ 10% ചെയ്ത് സെല്ല് ചെയ്ത് നിൽക്കുകയാവുള്ളൂ. മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ 10% ചെയ്ത് സെല്ല് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാമല്ലോ എന്ന് നമുക്ക് തോന്നും. ആ സമയത്ത് ചാടിക്കറി കയ്യിലുള്ള ടോട്ടൽ എടുത്ത് വാങ്ങുന്ന അബദ്ധം പലർക്കും പറ്റാറുണ്ട്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു എമൗണ്ട് ഇട്ടു, അതിനകത്ത് ഇന്ന് തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് പോയാൽ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ കുടുങ്ങും. കാരണം വില കൂടുതൽ ഉള്ള സമയത്ത് നമ്മൾ വാങ്ങിപ്പോയാൽ നഷ്ടം സംഭവിക്കത്തില്ല, പക്ഷേ അത്ര എമൗണ്ട് അവിടെ ബ്ലോക്ക് ആവും. പിന്നെ ഒന്നെങ്കിൽ ആ വില അവിടെ വരെ കയറി വന്നിട്ടേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വില കുറയുമ്പം ആവറേജ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ വില കൂടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബുള്ളിൽ നിൽക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യുക.